ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കെട്ടുതറയാണ് കണ്ണൻ പോവാണ് കേട്ടോ മലയ്ക്ക്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. നമ്മളെ വീട്ടിൽ നിന്നാണല്ലോ കെട്ടുതറ, അപ്പം ഫുഡും ഒക്കെ ഇവിടെ നിന്നായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി പ്രസാദമായിട്ട് കൊടുക്കാൻ. പിന്നെ ഇവൻ്റെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കെട്ടുതറയൊക്കെ തുടങ്ങി അരിയൊക്കെ നിറച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അരിയൊക്കെ നിറച്ചു കേട്ടോ. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് അരിയൊക്കെ നിറച്ചു. ഗുരുനാഥ അയ്യപ്പ ഇല്ലാതെ വീര അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ ഭഗവാൻ ശരണം ഭഗവാൻ പാദം സ്വാമി അപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ഇല്ലാതെ വീര അയ്യപ്പ വീരമണി കണ്ട അയ്യപ്പ മോഹിനി സുതനേ അയ്യപ്പ മോഹവിനാശക അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ സ്വാമി ശരണമപ്പ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ഇല്ലാതെ വീര അയ്യപ്പ വീരമണി കണ്ട അയ്യപ്പ മോഹിനി സുതനേ. ഇവൻ മാത്രമല്ല കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ കൂടെ വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഗുരുസ്വാമിയാണ് മണിമാമൻ, ഗുരുസ്വാമി ഉണ്ട്, പിന്നെ അവരെ മോൻ ചീക്കു എന്ന് പറയുന്ന അവരെ മോനും ഉണ്ട്. പിന്നെ നമ്മൾ പോകാനായപ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. നല്ല അപ്പം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഉപ്പുമാവും നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടമൊക്കെ ആട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ ടൈമായി. ഇരുമുടിക്കെട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു ഗുരുസ്വാമി. പിന്നെ നമ്മളെല്ലാവരും കൂടെ യാത്രയാക്കാൻ പോയിട്ടോ. തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ അവനെ യാത്രയാക്കാനൊക്കെ പോയി, എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങ എറിയുമ്പം പൊട്ടണം എന്നുള്ളത് നിർബന്ധമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞു, നീ എറിഞ്ഞത് എന്തായാലും പൊട്ടിക്കണം, ഇല്ലെങ്കിൽ നാണക്കേട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ ഇവന് ഭയങ്കര ടെൻഷനായിരുന്നു, അതോ ഇത് എറിഞ്ഞിട്ട് പൊട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവൻ പറഞ്ഞ്, ഞാൻ കരാട്ടയ്ക്ക് പോകുന്നത് 4 ഓടൊക്കെ ഒരുമിച്ച് പൊട്ടിക്കും, എൻ്റെ എന്തായാലും പൊട്ടുന്നൊക്കെ പറഞ്ഞു. പക്ഷേ പൊട്ടിയില്ല, ചെറുതായിട്ട് പൊട്ടിയുള്ളൂ. പക്ഷെ നല്ലോണം മൊത്തത്തിൽ പൊട്ടിയില്ല കേട്ടോ, ആരെയും മൊത്തത്തിൽ പൊട്ടിയിട്ടില്ല. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടിയൊക്കെ വന്നു. നമ്മൾ ഇവരെ കൊണ്ടാക്കാൻ പോയി. ഞങ്ങളും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവരെ കൊണ്ടാക്കാൻ പനമരം വരെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്, കുറേ എരുമേലിക്കുള്ള ബസ്സാട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ടാണ് ബസ് വന്നത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.